ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ 18. നിങ്ങൾക്കുള്ളത് ക്രിസ്തുവിനായി ഉപയോഗിക്കുക. തബീത വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. പ്രവർത്തികളുടെ പുസ്തകം 9 അധ്യായം 36 സൂവിങ് ഹാൾ ഓഫ് ഫെയിമിനെ കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? 2001 സ്ഥാപിതമായ ഇത് തയ്യൽ വിദ്യാഭ്യാസത്തിലൂടെയും ഉൽപ്പന്ന വികസനത്തിലൂടെയും അതുല്യവും നൂതനവുമായ സംഭാവനകളോടെ ഗാർഹിക തയ്യൽ വ്യവസായത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തിയ ആളുകളെ അംഗീകരിക്കുന്നു. 2005 ഹാളിൽ പ്രവേശിച്ച മാർത്ത പുല്ലനെ പോലുള്ള വ്യക്തികൾ ഇതിൽ ഉൾപ്പെടുന്നു. അവരെ ഒരു സദൃശ്യവാക്യങ്ങൾ 31 സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നു. അവളുടെ ശക്തിയുടെയും പ്രചോദനത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടം പരസ്യമായി അംഗീകരിക്കുന്നതിൽ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. സൂവിങ് ഹാൾ ഓഫ് ഫെയിം 21-ാം നൂറ്റാണ്ടിലെ ഒരു കണ്ടുപിടുത്തമാണ്. എന്നാൽ അത് ഇസ്രായേലിൽ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ തബീത എന്ന സ്ത്രീ അതിൽ ഉൾപ്പെടുമായിരുന്നു. തബീത യേശുവിൽ വിശ്വസിക്കുന്നവളും തയ്യൽക്കാരിയും തൻ്റെ സമൂഹത്തിലെ ദരിദ്രരായ വിധവകൾക്കായി വസ്ത്രങ്ങൾ തയ്ക്കാൻ സമയം ചിലവഴിച്ചവളുമായിരുന്നു. അവൾ രോഗബാധിതയായി മരിച്ച ശേഷം ദൈവം അവനിലൂടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുമോ എന്നറിയാൻ ശിഷ്യന്മാർ പത്രോസിനെ ആളയച്ചു വരുത്തി. അവൻ വന്നപ്പോൾ കരയുന്ന വിധവകൾ തബീത തങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വസ്ത്രങ്ങളും മറ്റും അവനെ കാണിച്ചു. ഈ വസ്ത്രങ്ങൾ അവളുടെ നഗരത്തിലെ ദരിദ്രർക്ക് വേണ്ടി അവൾ എപ്പോഴും നന്മ ചെയ്യുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു. ദൈവശക്തിയാൽ പത്രോസ് തബീതയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. നമ്മുടെ സമൂഹത്തിലും ലോകത്തിലും നിലവിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാൻ ദൈവം നമ്മെ വിളിക്കുകയും സജ്ജരാക്കുകയും ചെയ്യുന്നു. നമുക്ക് നമ്മുടെ കഴിവുകൾ യേശുവിൻ്റെ സേവനത്തിനായി ഉപയോഗിക്കാം. അപ്പോൾ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ഒരുമിച്ച് ചേർക്കാൻ അവൻ നമ്മുടെ സ്നേഹപ്രവർത്തികൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് കാണാം. ചിന്തിക്കുക, എന്ത് കഴിവുകളും താലന്തുകളുമാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്? ആവശ്യമുള്ള ആളുകളെ സഹായിക്കാൻ നിങ്ങൾക്ക് അവ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? ദൈവത്തിന് മഹത്വം.